സൂര്യനിൽ നിന്നൊരു ചുടുതീക്കുടമായി ശൂന്യാകാശസരസിൽ വീണു തണുത്തു കിടന്നു മയങ്ങിയുണർന്നവളല്ലോ ഭൂമി. വായുവിലീറൻ ജീവകണങ്ങളെ വാരിച്ചൂടിയ ഭൂമി. ഹായ്, ഹലോ, നമസ്കാരം. ഏവർക്കും PSC മൈൻഡ് ബൂസ്റ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു സീരീസ് തന്നെയാണ്. അതായത് SCERT പാഠപുസ്തകത്തിലെ 6ാം ക്ലാസ്സിൻ്റെ പാഠപുസ്തകത്തിലെ സാമൂഹ്യശാസ്ത്രം ഭാഗത്തിൻ്റെ ഭാഗം 1 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിലൊരു 3 ചാപ്റ്റേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അടുത്ത ചാപ്റ്റർ ആണ്. അപ്പോൾ നമുക്കത് ചെയ്യാം, വീഡിയോയിലേക്ക് കടക്കാം. ചാപ്റ്ററിന്റെ പേര് ഗ്ലോബിൽ നിന്ന് ഭൂപടത്തിലേക്ക്. ചാപ്റ്ററിന്റെ പേര് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇത് ജോഗ്രഫിയായിട്ട് ബന്ധപ്പെട്ടൊരു ചാപ്റ്റർ ആണ്. നമ്മൾ 5ാം ക്ലാസ്സിൽ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ചെറിയൊരു ചാപ്റ്റർ ജോഗ്രഫിയായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റർ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, ഇങ്ങനെ ഒരു ഗ്ലോബിൽ നിന്ന് ഭൂപടത്തിലേക്ക് എന്ന ചാപ്റ്റർ ഒന്ന് പരിചയപ്പെടുകയാണ്. കാര്യത്തിലേക്ക് പോവാം. നിങ്ങൾ കേട്ട കവിതയില്ലേ, അത് വയലാർ രാമവർമ്മയുടെ കവിതയാട്ടോ. ഭൂമി സനാഥയാണ് എന്നതാണ് ആ കവിതയുടെ പേര്. ആ കവിത ആരുടേതാണെന്ന് സാഹിത്യഭാഗത്ത് ഒരു പക്ഷേ ചോദിക്കാം. എഴുതിയതാരാ? വയലാർ രാമവർമ്മ. ഓർക്കണേ, വയലാർ രാമവർമ്മയുടെ കൃതിയാണ് ഭൂമി സനാഥയാണ്. അതായത് സൂര്യനിൽ നിന്നൊരു ചുടുതീക്കുടമായി ശൂന്യാകാശ സരസിൽ എന്ന രീതി തുടങ്ങുന്ന ആ കവിത വരുന്നത് ഭൂമി സനാഥയാണ് എന്നുള്ള കൃതിയിലെ വരികളാണ്. നോക്കി, അപ്പം ഈ ഭാഗത്ത് പറയുന്ന കാര്യങ്ങൾ എന്താ, എങ്ങനെയാണ് ഭൂമി നിലകൊള്ളുന്നത് എന്നുള്ള കാര്യമൊക്കെയാണ് അവിടെ പറഞ്ഞേക്കുന്നത്. അന്തരീക്ഷം, ജലം, അനുകൂല കാലാവസ്ഥ എന്നിവയാൽ സമ്പന്നമാണ് നമ്മുടെ ഭൂമി. അതേപോലെ തന്നെ പ്രപഞ്ചത്തിലെ ജീവൻ നിലനിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ള ഒരേ ഒരു ആകാശഗോളാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഭാഗത്തിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടാനുള്ളത്. അപ്പം നമുക്കറിയാം, ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് നമുക്ക് അങ്ങോട്ടേക്ക് കടക്കാം. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഭൂമിയുടെ ആകൃതി എന്താന്ന് പരിശോധിക്കാം. ജോഗ്രഫിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഭൂമിയുടെ ആകൃതിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജിയോയിഡ് എന്ന് പറയുന്നൊരു പേര്. അല്ലെ, കേട്ടിട്ടുണ്ടാവും. ജിയോയിഡ് എന്നൊരു പേര് മനസ്സിലാക്കി വെക്കുക. പാഠപുസ്തകത്തിൽ അങ്ങനെ പരാമർശിക്കുന്നുണ്ട്. ജിയോയിഡ് എന്ന് പറയുന്ന ഷേപ്പ് എന്ന് പറയുന്നത് ധ്രുവങ്ങളിൽ അല്പം പരന്നും മധ്യഭാഗം അല്പം തള്ളിയും കാണപ്പെടുന്ന സവിശേഷമായ ആകൃതിയാണ് ഭൂമിക്കുള്ളത്. അതായത് ഞാനിവിടെ ഒന്ന് വരയ്ക്കാം. ഇത് ഏകദേശം ഈ രീതിയിൽ ഒരു മുട്ടയുടെ ആകൃതിയൊക്കെയാണ്. ഇത് കാണാം, ഇവിടെ ഇത് കണ്ടില്ലേ, ഈ ഭാഗത്തൊക്കെ എന്താ, പരന്നിട്ടാണ് അല്ലേ. നടുഭാഗത്താണെങ്കിലോ അത് വീർത്തിട്ടാണ് അല്ലേ. അങ്ങനെയുള്ള ആകൃതിയാണ് ഭൂമിക്കുള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചുള്ള. അപ്പൊ ഈ ആകൃതിയാണ് എന്ത് വിളിക്കുന്നത്, ജിയോയിഡ് എന്ന രീതിയിൽ വിളിക്കുന്നത്. പാഠപുസ്തകത്തിൽ പരാമർശിക്കുന്ന പേര് ജിയോയിഡ്. മറ്റൊരു പേരും കൂടെ ഉണ്ട്. ആ പേരാണ് ഒബ്ലേറ്റ് സ്പിറോയിഡ്. എന്താണ്? ഒബ്ലേറ്റ് സ്പിറോയിഡ്, അല്ലെങ്കിൽ പാഠപുസ്തകത്തിൽ പറയുന്ന പോലെ ജിയോയിഡ് എന്ന രീതി കണക്ട് ചെയ്തുകൊള്ളാം. കിട്ടിയോ? നെക്സ്റ്റ്, പ്രധാനപ്പെട്ട നമ്മുടെ ഭൂമിയിൽ സാങ്കല്പികമായി വരയ്ക്കുന്ന രേഖകളാണ് അക്ഷാംശ രേഖകളും രേഖാംശ രേഖകളും. അത് നമുക്ക് എന്താ പഠിക്കാം, അക്ഷാംശ രേഖകൾ എന്താന്ന് പരിചയപ്പെടാം. അങ്ങനെയാണ് പാഠപുസ്തകത്തിൽ പറയുന്നത്. അപ്പൊ അക്ഷാംശ രേഖകളുടെ ഇംഗ്ലീഷാണ് ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്. ലാറ്റിറ്റ്യൂഡൽ ലൈൻസ് എന്നാ പറയുക അല്ലെ. അതായത് ഭൂകേന്ദ്രം ആധാരമാക്കി ഭൂമധ്യരേഖയുടെ ഇരുവശത്തും ഒരേ കോണീയ അകലത്തിൽ ബിന്ദുക്കളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് അക്ഷാംശ രേഖകൾ. ഭൗമോപരിതലത്തിൽ ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായി വരയ്ക്കുന്ന വൃത്തങ്ങളാണിവ. അതായത് ഞാൻ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഒരു ഭൂമിയുടെ ഷേപ്പ് ഒന്ന് വരയ്ക്കുന്നു. ഇവിടെ ഇങ്ങനെ വരയ്ക്കുന്ന രേഖകൾ നമുക്കെന്ത് വിളിക്കാം, അക്ഷാംശ രേഖകൾ എന്ന് വിളിക്കാം. അതായത് ദിക്കുകളൊക്കെ പരിചയപ്പെട്ടതല്ലേ. അപ്പം ഈ ഭാഗത്ത് വെസ്റ്റ്, ഈ ഭാഗത്ത് ഈസ്റ്റ്. അപ്പൊ വെസ്റ്റ് ഈസ്റ്റ് ഡയറക്ഷനില്, കിഴക്ക് പടിഞ്ഞാറ് ഡയറക്ഷൻ, ആ രീതിയിൽ വരയ്ക്കുന്ന രേഖകളാണ് എന്ത്, അക്ഷാംശ രേഖകൾ. അപ്പൊ അവിടെ എന്തായിരിക്കും, ഈ വരച്ചിരിക്കുന്ന വരയ്ക്കുന്ന രേഖകളൊക്കെ ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായി വരയ്ക്കുന്ന രേഖകളാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചോളാം. പിന്നെ ഭൂകേന്ദ്രം ആധാരമാക്കി ഭൂമധ്യരേഖയുടെ ഇരുവശത്തേക്കും വരയ്ക്കുന്നുണ്ട്
ഒരേ കോണീയ അകലത്തിലുള്ള ബിന്ദുക്കളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യം എന്ത് ചെയ്യാം, നമുക്ക് അങ്ങോട്ടേക്ക് പരിചയപ്പെടാം, നോക്കാം അതൊക്കെ എങ്ങനെയാന്നുള്ളത് അല്ലേ. നോക്കിയേ നിങ്ങൾ, ഇവിടെ കാണാമല്ലോ, ഇവിടെ ഒരു അളവ് കാണാം, 30 ഡിഗ്രി എന്ന് കാണാമല്ലോ. അതായത് ഭൂകേന്ദ്രമാണിത്. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഭൂമിയുടെ മധ്യഭാഗത്തിലൂടെ പോകുന്ന ഒരു രേഖയായിട്ട് ഇതിനെ കണക്കാക്കാം. ഈ റെഡ് ലൈൻ എന്ന് പറയുന്നത് ഭൂകേന്ദ്രത്തിലൂടെ പോകുന്ന ലൈനാണ്. അവിടെ നിന്ന് ഇതാ ഇങ്ങോട്ടേക്ക് വരച്ചിരിക്കുന്നത് 0 ഡിഗ്രി ആണ്. ആ 0 ഡിഗ്രിയിൽ നിന്ന് കണ്ടോ, നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരച്ചേക്കുന്നത് ഒരു കോണ് കണ്ടില്ലേ, ആ 30 ഡിഗ്രി കണ്ടില്ലേ, ആ രീതിയിലാണ് ഏത് ഉണ്ടാവുക എന്ന് മനസ്സിലാക്കി വെക്കുക. ഓരോ അക്ഷാംശ രേഖയുടെ ഡിഗ്രീസ് ഉണ്ടാവുക എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ അവിടെ ഒരു കാര്യം കിട്ടണം, ഭൂമിയുടെ മധ്യഭാഗത്താണ് ഏറ്റവും കൂടുതൽ വീതി കൂടുതലെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ എന്ത് മനസ്സിലാക്കി വെക്കുക, 0 ഡിഗ്രി അക്ഷാംശ രേഖയാണത്. അപ്പൊ അതൊരു വൃത്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഭൂമിക്ക് ചുറ്റും വരയ്ക്കുന്നതുകൊണ്ട് എന്താ, അതൊരു അക്ഷാംശ വൃത്തമാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതാണ് ഏറ്റവും വലുപ്പമുള്ളത് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കാൻ പറ്റിയല്ലോ നമുക്ക്. ആ ഭാഗത്ത് വീതി കൂടുതലാണ്, വലുപ്പം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ അക്ഷാംശ വൃത്തം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 0 ഡിഗ്രി അല്ലേ. അപ്പൊ ആ രീതിയിൽ 0 ഡിഗ്രീനെ വിളിക്കുന്ന പേരാണ് ഭൂമധ്യരേഖ, അല്ലെങ്കിൽ എന്ത് വിളിക്കാം, ഇക്വേറ്റർ. അപ്പം പറഞ്ഞ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. അക്ഷാംശ രേഖകളൊക്കെ വൃത്തങ്ങളായിട്ടാണ് വരയ്ക്കുന്നത്. ആ വൃത്തങ്ങളിൽ ഏറ്റവും വലിയ വൃത്തമാണ് ഏത്, 0 ഡിഗ്രി അല്ലെങ്കിൽ ഭൂമധ്യരേഖ. എന്നുവെച്ചാൽ അടുത്തായിട്ട് ഗ്ലോബൽ ഭൂമധ്യരേഖയുടെ വടക്കും തെക്കുമായി അക്ഷാംശ രേഖകൾ വരച്ചിരിക്കുന്നത് കണ്ടില്ലേ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റിയല്ലോ. എല്ലാ അക്ഷാംശ വൃത്തങ്ങൾക്കും ഒരേ വലിപ്പമല്ല, അതിനകത്ത് നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ വലിപ്പം കുറഞ്ഞ് കുറഞ്ഞ് വരുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചോളാം. അങ്ങനെ ഒരു ഫാക്റ്റാണ് അടുത്താണ് നമുക്ക് പരിചയപ്പെടാനുള്ളത്. മനസ്സിലായല്ലോ. അപ്പോൾ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ടോപ്പിക്കാണ് നമുക്കിവിടെ പരിചയപ്പെട്ടു പോകാനുള്ളത്. ജസ്റ്റ് എന്ത് മാത്രമല്ല, പറയുന്ന കാര്യങ്ങൾ മാത്രം, പാഠപുസ്തകത്തിൽ പറയുന്ന കാര്യം മാത്രം പോരാ, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളോടും പഠിച്ചു പോകാനുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ടോപ്പിക്കിനെ കൊണ്ടുപോകുന്നത്. കൃത്യമായിട്ട് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോയിക്കൊള്ളാം. എന്നുവെച്ചാൽ അടുത്ത ഭാഗത്തേക്ക് പോകാം. അടുത്തായിട്ട് പാഠപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കുട്ടികൾക്കുള്ള വർക്കിതാണ്. ഉത്തരാർദ്ധഗോളത്തിലെയും ദക്ഷിണാർദ്ധഗോളത്തിലെയും 2 അർദ്ധഗോളങ്ങളുമായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഭൂഖണ്ഡങ്ങൾ ഏതൊക്കെ എന്നുള്ള രീതിയിൽ പരിചയപ്പെടാൻ വേണ്ടി കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങളൊരു വേൾഡ് മാപ്പ് എടുക്കുക. ആ വേൾഡ് മാപ്പ് എടുത്തിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് ഈ ടേബിൾ ഒന്ന് നിങ്ങളെ സ്വന്തമായിട്ട് ഫില്ല് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. എവിടെ, ഏത് വൻകര, ഏത് ഭാഗത്ത് എന്ന രീതിയിൽ പരിചയപ്പെട്ടുകൊണ്ട് വേൾഡ് മാപ്പ് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ അത് നോക്കിയിട്ട് ഈ കാര്യങ്ങളൊന്ന് കണ്ടുപിടിക്കാൻ നോക്കി. സിമ്പിളാണ്. അങ്ങനെയാണെങ്കിൽ ഒരുവിധം നിങ്ങൾക്ക് വൻകര ഇന്ന ഭാഗത്താണെന്നുള്ള ധാരണ വേണം. ജോഗ്രഫി പഠിക്കുന്ന സമയത്ത് ഏറ്റവും ബേസായിട്ട് നിങ്ങൾക്ക് വേണ്ട ഐഡിയ അതാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഉത്തരങ്ങൾ ഞാൻ എന്ത് ചെയ്യാത്തത്, ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാത്തത്. കൃത്യമായിട്ട് എന്ത് ചെയ്യാം, അതൊന്ന് സ്വന്തമായിട്ടൊന്ന് കണ്ടുപിടിക്കാൻ നോക്കുക. സിമ്പിൾ കാര്യമാണ്. ഓക്കെ. അപ്പൊ ഈ ഭാഗത്തിലൂടെ നിങ്ങൾ പരിചയപ്പെടുന്ന കാര്യം എന്താ നോക്കി, ഭൂമധ്യരേഖ 0 ഡിഗ്രി അക്ഷാംശ വൃത്തം അല്ലെ. അവിടെ നിന്ന് വടക്കോട്ട് പോകുന്തോറും തെക്കോട്ട് പോകുന്തോറും എന്ത് ചെയ്യുന്നുണ്ട്, അക്ഷാംശ വൃത്തങ്ങളുടെ വലിപ്പം കുറഞ്ഞു വരുന്നതായിട്ട് കാണാം നമുക്ക് അല്ലേ. പക്ഷെ അടുത്തായിട്ട് ആ രീതിയിൽ നമുക്ക് 90 ഡിഗ്രി വടക്ക്, 90 ഡിഗ്രി തെക്ക് എന്നീ ബിന്ദുക്കളിൽ അവസാനിക്കുന്നതായിട്ടുള്ള രീതിയിലാണ് ഈ ഭാഗത്ത് കാണാൻ പറ്റുന്നത്. കാണാമല്ലോ. അങ്ങനെയാണെങ്കിൽ 90 ഡിഗ്രി വടക്കുള്ള അക്ഷാംശത്തെ ഉത്തര ധ്രുവം, 90 ഡിഗ്രി തെക്കുള്ള അക്ഷാംശത്തെ ദക്ഷിണ ധ്രുവം എന്ന രീതിയിലൊക്കെയാണ് വിളിക്കുന്നത്. മനസ്സിലാക്കി വെച്ചോളണേ. നോർത്ത് പോള്, സൗത്ത് പോള് കിട്ടുമല്ലോ. ഭൂമധ്യരേഖയ്ക്ക് വടക്കുള്ള അക്ഷാംശങ്ങൾ ഉത്തര അക്ഷാംശങ്ങളെന്നും തെക്കുള്ള അക്ഷാംശങ്ങൾ വിളിക്കുന്ന പേരോ ദക്ഷിണ അക്ഷാംശങ്ങൾ എന്ന് വിളിക്കുന്നുണ്ട്. അക്ഷാംശ രേഖകളിൽ ഉത്തരാർദ്ധഗോളത്തിൽ ഉത്തര അക്ഷാംശങ്ങൾ, ദക്ഷിണാർദ്ധഗോളത്തിൽ ദക്ഷിണ അക്ഷാംശങ്ങൾ, ഇങ്ങനെയൊക്കെയാണ് വിളിക്കുന്നത്. അടുത്ത കാര്യം നോക്കിയേ, ഇതാ ഭൂമിയുടെ ഉത്തര ധ്രുവം ദക്ഷിണ ധ്രുവം ഒക്കെ ഇവിടെ കാണാമല്ലോ നിങ്ങൾക്ക്. അവിടെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, ഈ ഉത്തര ധ്രുവത്തെയും ദക്ഷിണ ധ്രുവത്തെയും തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുകയാണെങ്കിൽ, ഒരു രേഖ വരയ്ക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയേണ്ടത്, അച്ചുതണ്ട് എന്ന് പറയേണ്ടത്. അപ്പോൾ ഒരു സാങ്കല്പിക രേഖയത്. അപ്പോൾ ഉത്തര ധ്രുവവും ദക്ഷിണ ധ്രുവവും കൂടെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന രീതിയിൽ ഭൂമിയുടെ മധ്യഭാഗത്തിലൂടെ പോകുന്ന ഒരു ദണ്ടാണ് എന്തെന്ന് മനസ്സിലാക്കി വെക്കുക, അച്ചുതണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ആ രീതിയിൽ ഒരു നേർരേഖ അങ്ങ് സങ്കല്പിച്ചാൽ മതി. അതാണ് അച്ചുതണ്ട് എന്നുള്ള കാര്യം കിട്ടിക്കോളണേ. പിന്നെ 90 ഡിഗ്രി അക്ഷാംശ രേഖയാണ് ഉത്തര ധ്രുവം എന്നും
90 ഡിഗ്രി അക്ഷാംശ രേഖയാണ് ദക്ഷിണ ധ്രുവം എന്ന് മനസ്സിലാക്കി വെക്കണം. 90 ഡിഗ്രി വടക്കൻ അക്ഷാംശം നോർത്തേൺ ലാറ്റിറ്റ്യൂഡാണ് എന്ത് ഉത്തര ധ്രുവം. 90 ഡിഗ്രി തെക്കൻ അക്ഷാംശമാണ് എന്ത് ദക്ഷിണ ധ്രുവം. ആ രീതിയിൽ 2 ധ്രുവങ്ങളോട് മനസ്സിലാക്കി വെക്കുക. അത് തമ്മിൽ ബന്ധിപ്പിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? അച്ചുതണ്ട് കിട്ടും അല്ലേ. ായിട്ട് നമുക്ക് അച്ചുതണ്ടിന്റെ ചരിവൊന്ന് മനസ്സിലാക്കണം. അച്ചുതണ്ടിന്റെ ചരിവ് മനസ്സിലാക്കി വെക്കുന്ന കാര്യത്തിൽ നിങ്ങൾ കിട്ടേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ അച്ചുതണ്ടിന് 2 രീതിയിൽ ചരിവ് നമുക്ക് പറയാൻ പറ്റും. ഒരു ചരിവെന്ന് പറയുന്നത് 23.5 ഡിഗ്രിയാണ്. കണ്ടില്ലേ നിങ്ങൾ ഇവിടെ ഭൂമി കറങ്ങുന്ന ഒരു ഭാഗം കണ്ടില്ലേ? ഭൂമി കറങ്ങുന്ന രീതിയിൽ ഈ ഭാഗം സെൻട്രൽ ഭാഗം ഭൂമി കറങ്ങുന്ന രീതിയിൽ ആ ഭാഗത്തെ നമുക്ക് പരിക്രമണ തലം എന്ന് പറയാം കേട്ടോ. ഈ പരിക്രമണ തലം, ആ പരിക്രമണ തലത്തിൽ നിന്ന് നമ്മുടെ അച്ചുതണ്ടിലേക്കുള്ള ചരിവ് നോക്കിയേ. ആ ഡിഗ്രി കാണാതെ നിങ്ങൾക്ക് 66 ഡിഗ്രിയാണ്. ഭൂമിയുടെ അച്ചുതണ്ടിന് പരിക്രമണ തലത്തിൽ നിന്നുള്ള ചരിവ് എന്ന് പറയുന്നത് 66 ഡിഗ്രി. കണ്ടില്ലേ? അതേപോലെ നോക്കിയേ, ഇവിടെ ആ പരിക്രമണ തലത്തിലേക്ക് കുത്തിനൊരു വര വരച്ചിട്ടുണ്ട്. അതായത് 90 ഡിഗ്രിയിലേക്ക് ഒരു വര വരച്ചിട്ടുണ്ട് ഞാൻ. അങ്ങനെയാണെങ്കിൽ ആ ലംബതലം എന്ന രീതിയിലേക്ക് എനിക്ക് പറഞ്ഞുകൂടി ആ ഭാഗത്തിന് പരിക്രമണ തലത്തിന്റെ ലംബം അല്ലെങ്കിൽ ലംബതലം എന്ന് പറയാം. അപ്പൊ ഒന്ന് മനസ്സിലാക്കിയോളാം, ആ ലംബതലത്തിൽ നിന്ന് അതല്ലെങ്കിൽ പരിക്രമണ തലത്തിന്റെ ലംബത്തിൽ നിന്ന് ഭൂമിയുടെ അച്ചുതണ്ടിന് എത്ര ഡിഗ്രിയാ ചരിവ്? 23.5 ഡിഗ്രിയാണ് ചരിവ് അല്ലേ. കാണാല്ലേ ഇവിടെ. അടുത്ത ഭാഗം നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രധാനപ്പെട്ട അക്ഷാംശ രേഖകളുടെ പട്ടിക ഒന്ന് പൂർത്തിയാക്കാൻ പോവുകയാണ്. ആ രീതിയിൽ പാഠപുസ്തകത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. കണ്ടില്ലേ? അവിടെ മനസ്സിലാക്കി വെക്കുക, ഭൂമധ്യരേഖ എത്ര ഡിഗ്രിയാണെന്ന് ഞാൻ പറഞ്ഞു ഓൾറെഡി. അത് 0 ഡിഗ്രിയാണ്. പിന്നെ അടുത്തായിട്ട് ഉത്തരായന രേഖ എത്ര ഡിഗ്രിയാണോ? അത് 23.5 ഡിഗ്രിയാണ്. ഉത്തരാർദ്ധഗോളത്തിലെ രേഖയാണ് അല്ലേ. അത് ഉത്തരാർദ്ധഗോളത്തിലാണ്. അതുകൊണ്ട് തന്നെ 23.5 ഡിഗ്രി വടക്കൻ അക്ഷാംശം. അതേപോലെ തന്നെ താഴെ കൊടുത്തിട്ടുണ്ട് 23.5 ഡിഗ്രി തെക്കെന്ന് കൊടുത്തിട്ടുണ്ട്. അതിന്റെ പേരെന്താ? ദക്ഷിണായന രേഖ. ഓക്കെ, അപ്പം ഉത്തരായന രേഖയുടെ ഡിഗ്രി 23.5 ഡിഗ്രി വടക്കാണ്, 23.5 ഡിഗ്രി തെക്കാണെങ്കിൽ ദക്ഷിണായന രേഖ. അതേപോലെ തന്നെ ഭൂമിയുടെ വടക്ക് ഭാഗത്തായിട്ട് ആർട്ടിക് സമുദ്രമില്ലേ, അത് 66 ഡിഗ്രി അക്ഷാംശത്തിന്റെ അടുത്താണ്. 66 ഡിഗ്രി ഏത് ഭാഗത്ത്? ഉത്തരാർദ്ധഗോളത്തില്. അപ്പൊ ആർട്ടിക് വൃത്തം ഏതാ? 66 ഡിഗ്രി വടക്കൻ അക്ഷാംശം. ഇതേപോലെ തന്നെ നോക്കി അന്റാർട്ടിക് വൃത്തം താഴെയല്ലേ അന്റാർട്ടിക്ക വൻകര നമുക്ക് കാണാൻ പറ്റുക. ആ ഭാഗത്ത് ഏത് അക്ഷാംശ രേഖയുള്ളത്? 66 ഡിഗ്രി തെക്ക്. അപ്പൊ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം എന്തൊക്കെയാ? ഭൂമധ്യരേഖയുടെ കോണളവ് 0 ഡിഗ്രി, ഉത്തരായന ഡിഗ്രിയുടേത് 23.5 ഡിഗ്രി വടക്ക്, ദക്ഷിണായന രേഖയുടേത് 23.5 ഡിഗ്രി തെക്ക്, ആർട്ടിക് വൃത്തത്തിൻ്റെത് 66 ഡിഗ്രി വടക്ക്, അന്റാർട്ടിക് വൃത്തത്തിൻ്റെത് 66 ഡിഗ്രി തെക്ക്. മനസ്സിലായില്ലേ? സിമ്പിൾ കാര്യമല്ലേ. നമ്മൾ ചെറുതായിട്ട് ഈ കാര്യം ഒന്ന് മനസ്സിലാക്കി വെച്ചോളണം. ഇനി അങ്ങോട്ടേക്കുള്ള ചാപ്റ്റേഴ്സിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഈ കാര്യം ഇത് രേഖകൾ ഡിഗ്രീസ് ഒക്കെ വെച്ചുകൊണ്ടാണ് പറഞ്ഞു പോവുക. അപ്പൊ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റൂലേ നിങ്ങൾക്ക്? അടുത്ത ഭാഗത്തിലേക്ക് പോകാം. അടുത്ത രേഖാംശ രേഖകളെ കുറിച്ച് പരാമർശിക്കുന്നു. രേഖാംശ രേഖകൾ എന്ന് പറയുമ്പം നമ്മുടെ ഭൂകേന്ദ്രത്തെ ആധാരമാക്കി ഉത്തര ദക്ഷിണ ധ്രുവങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന രേഖകളെ എന്ത് വിളിക്കുന്നത്? രേഖാംശ രേഖകൾ എന്ന് വിളിക്കുന്നത്. സിമ്പിളാണ്. അതായത് വടക്ക് തെക്ക് ദിശയിൽ അല്ലെ, വടക്ക് തെക്ക് ദിശയിൽ ഈ രീതിയിൽ വരയ്ക്കുന്ന രേഖകളാണ് എന്ത്? രേഖാംശ രേഖകൾ എന്ന് പറയുന്നത്. വടക്ക് തെക്ക് ദിശകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്. അടുത്തായിട്ട് മനസ്സിലാക്കി വെക്കുക, ഒരേ വലുപ്പത്തിലുള്ള അർദ്ധവൃത്തങ്ങളായിട്ടാണ് അത് മാറുക. അതായത് മുകളിൽ നിന്ന് താഴോട്ടേക്ക് വരയ്ക്കുന്ന സമയത്ത് എന്തായിരിക്കും? ഉത്തര ധ്രുവം ദക്ഷിണ ധ്രുവം ബന്ധിപ്പിക്കുന്ന സമയത്ത് എന്തായിരിക്കും? വൃത്തങ്ങളായിരിക്കും. അതൊക്കെ എന്തായിരിക്കും? ഒരേ വലിപ്പങ്ങളാണ് ഉണ്ടാവുക. എന്തിനു വേണ്ടിയിട്ടാണ് ഈ രേഖാംശ രേഖകൾ ഉപയോഗിക്കുന്നത്? അവിടെ കിട്ടേണ്ട കാര്യം, രേഖാംശ രേഖകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഭൂമിയിൽ എന്ത് കണ്ടെത്തുന്നത്? സമയം നിർണയിക്കുന്നത്. സമയം നിർണയിക്കാൻ ഉപയോഗിക്കുന്ന രേഖ എന്ന് പറയുന്നത് അതേതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രേഖാംശ രേഖകളാണ്. പക്ഷെ അടുത്ത കാര്യം നോക്കിയേ, പ്രധാനപ്പെട്ട രേഖാംശ രേഖകൾ അത് 0 ഡിഗ്രി, അതേപോലെ തന്നെ 180 ഡിഗ്രി. ഇതാണ് പ്രധാനപ്പെട്ട രേഖാംശ രേഖകൾ. അപ്പൊ പ്രധാനപ്പെട്ട രേഖാംശ രേഖകളുടെ പേരുകൾ അങ്ങോട്ടേക്ക് നമ്മൾ പരിചയപ്പെടും. രണ്ടെണ്ണത്തിന്റെ നമ്പേഴ്സ് മനസ്സിലാക്കി വെക്കുക, 0 ഡിഗ്രിയും 180 ഡിഗ്രിയും. നെക്സ്റ്റ്
ഒരു ഡിഗ്രി ഇടവിട്ടിട്ടാണ് ഇരു ധ്രുവങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് രേഖാംശ രേഖകൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഭൂമിയിൽ എത്ര രേഖാംശ രേഖകൾ കാണാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ കിട്ടിക്കൊള്ളണം 360 രേഖാംശ രേഖകൾ. അതായത് ഒരു ധ്രുവത്തിന് ചുറ്റും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 360 ഡിഗ്രി മാർക്ക് ചെയ്യാൻ പറ്റും. ആ 360 ഡിഗ്രിയിലും 360 രേഖകൾ നമുക്ക് വരയ്ക്കാൻ പറ്റും. അപ്പം മൊത്തം രേഖാംശ രേഖകളുടെ എണ്ണം 360. എന്തിനു വേണ്ടിയിട്ട് രേഖാംശ രേഖകൾ ഉപയോഗിക്കുന്നത്? സമയനിർണയത്തിന്. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ടത്? 0 ഡിഗ്രി, 180 ഡിഗ്രി. ഒരു ഡിഗ്രിയിൽ രേഖാംശ രേഖകൾ വരയ്ക്കുന്ന സമയത്ത് മൊത്തത്തിൽ എത്ര രേഖാംശ രേഖകൾ ഉണ്ടാവും? 360. കിട്ടിയോ? അടുത്ത കാര്യം, രേഖാംശ രേഖകളിൽ പ്രധാനപ്പെട്ടത് ഏതൊക്കെ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു. അത് 0 ഡിഗ്രി, 180 ഡിഗ്രി അല്ലേ? അപ്പോൾ ഇവിടെ നോക്കിയേ നിങ്ങൾ, ആ 0 ഡിഗ്രി ഇതിലൂടെ തന്നെ കടന്നു പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഈ കാണുന്ന ഈ റെഡ് ഒന്നാമത്തെ പിക്ചറിൽ ഈ റെഡ് ആയിട്ട് വരച്ചിരിക്കുന്ന ഈ രേഖയാണ് ഏത്? രേഖാംശ രേഖയിൽ 0 ഡിഗ്രി. അപ്പൊ ഇപ്പുറത്തെ പിക്ചറിൽ, രണ്ടാമത്തെ പിക്ചറിൽ നോക്കിയാൽ നിങ്ങൾ 180 ഡിഗ്രി വരച്ചിട്ടുണ്ട്. പക്ഷെ അത് നേർരേഖയൊന്നും അല്ല അല്ലേ? ആ കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങോട്ടേക്ക് പരിചയപ്പെടാം കേട്ടോ. ഇതാണ് 180 ഡിഗ്രി രേഖാംശം എന്ന് പറയുന്നത്. അപ്പോൾ 180 ഡിഗ്രി രേഖാംശം, 0 ഡിഗ്രി രേഖാംശം, ഈ രണ്ട് പിക്ചറാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഒന്നാമത്തെ പിക്ചറിൽ 0 ഡിഗ്രിയും അപ്പുറത്തെ പിക്ചറിലായിട്ട് 180 ഡിഗ്രിയും. ആ രീതിയിൽ രണ്ട് രേഖകളാണ് പ്രധാനപ്പെട്ട രേഖാംശ രേഖകൾ എന്നുള്ള കാര്യം കിട്ടിക്കോളേ. നോക്കി, 0 ഡിഗ്രി രേഖാംശ രേഖ, അതിനെ വിളിക്കുന്ന പേരെന്താ? അതാണ് പ്രൈം മെറിഡിയൻ. എന്താണ് വിളിക്കുക? പ്രൈം മെറിഡിയൻ എന്ന് വിളിക്കാം. പ്രൈം മെറിഡിയൻ എന്ന രീതിയിലാണ് വിളിക്കുന്നത്. പക്ഷേ ഇത് ലണ്ടന് സമീപമുള്ള ഗ്രീനിച്ചിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചോളാം. അപ്പം ഗ്രീനിച്ച് രേഖ എന്ന രീതിയിൽ ഈ രേഖയെ നമുക്ക് വിളിക്കാൻ പറ്റും. പ്രൈം മെറിഡിയൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണെന്ത്? ഗ്രീനിച്ച് രേഖ. പ്രൈം മെറിഡിയൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഗ്രീനിച്ച് രേഖ. 0 ഡിഗ്രി എന്ത് വിളിക്കുന്നു? പ്രൈം മെറിഡിയൻ. പ്രൈം മെറിഡിയൻ എന്നുള്ള പേര് വിളിക്കാൻ കാരണം സമയം നിർണ്ണയിക്കാൻ ഏറ്റവും അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്ന രേഖയാണ് 0 ഡിഗ്രി കേട്ടോ. അതുകൊണ്ടാണ് പ്രൈം മെറിഡിയൻ എന്ന് വിളിക്കുന്നത്. അങ്ങോട്ടേക്ക് പരിചയപ്പെടാം. എന്തായാലും ഇപ്പൊ എന്ത് മനസ്സിലാക്കി വെക്കുക? പ്രൈം മെറിഡിയനെ നമുക്കെന്ത് വിളിക്കാം? ഗ്രീനിച്ച് രേഖ. അതെന്തുകൊണ്ടാ? ലണ്ടന് സമീപമുള്ള ഗ്രീനിച്ച് എന്ന സ്ഥലത്തൂടെ കടന്നു പോകുന്നതാണ് ആ രേഖ. നേരത്തെ ആ പിക്ചറിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ അടുത്ത കാര്യം നോക്കി, 0 ഡിഗ്രി രേഖാംശ രേഖയുടെ നേരെ എതിർവശത്തുള്ള രേഖയുണ്ട് അല്ലെ? അതാണ് രണ്ടാമത്തെ പിക്ചറിൽ നിങ്ങൾ കണ്ടിട്ടുള്ളത്. അതാണ് ഏത്? 180 ഡിഗ്രി. 180 ഡിഗ്രി. ആ 180 ഡിഗ്രി രേഖാംശ രേഖയെ നമ്മൾ വിളിക്കുന്ന പേരാണ് അന്താരാഷ്ട്ര ദിനാങ്കര രേഖ. എന്താണ്? അന്താരാഷ്ട്ര ദിനാങ്കര രേഖ എന്ന രീതിയിൽ വിളിക്കാം. ഇംഗ്ലീഷിലാണെങ്കിൽ ഇന്റർനാഷണൽ ഡേ ലൈൻ എന്ന് വിളിക്കാം. പിന്നെ അടുത്ത കാര്യം എന്താ പറയുന്നത്? അന്താരാഷ്ട്ര ദിനാങ്കര രേഖ ഒരു നേർരേഖയല്ല. അതിന്റെ കാര്യമൊക്കെ നമ്മൾ എന്ത് ചെയ്യും? അങ്ങോട്ടേക്കുള്ള ചാപ്റ്റേഴ്സ് പരിചയപ്പെടും. ഇപ്പം ജസ്റ്റ് നേർരേഖയല്ല എന്ന് പരിചയപ്പെട്ടു പോയാൽ മതി. അടുത്ത കാര്യം നോക്കി, നമ്മളെ പ്രൈം മെറിഡിയനിലെ 0 ഡിഗ്രി രേഖാംശം ഇല്ലേ, അതിനെ ആധാരമാക്കിയിട്ട് നമുക്ക് ഭൂമിയെ 2 അർദ്ധഗോളമാക്കി തരംതിരിക്കാം കേട്ടോ. അതിൽ ഒന്നാമത്തത് പടിഞ്ഞാറെ അർദ്ധഗോളം, അടുത്തായിട്ട് കിഴക്കേ അർദ്ധഗോളം. ആ രീതിയിൽ വെസ്റ്റേൺ ഹെമിസ്ഫിയർ എന്നും ഈസ്റ്റേൺ ഹെമിസ്ഫിയർ എന്നും ഭൂമിയെ തരംതിരിക്കുന്നത് ഏത് രേഖയാ? പ്രൈം മെറിഡിയൻ ആണ്. അതായത് ഗ്രീനിച്ച് രേഖയ്ക്ക് കിഴക്കുള്ള രേഖാംശങ്ങളെ, അപ്പോൾ അതിന് കിഴക്കുള്ള രേഖാംശങ്ങൾ നമുക്കെന്ന് പറയാം? കിഴക്കൻ രേഖാംശങ്ങൾ എന്ന രീതിയിൽ പറയാം. കിഴക്കൻ അർദ്ധഗോളത്തിൽ കിഴക്കൻ രേഖാംശങ്ങൾ. പടിഞ്ഞാറ് ഭാഗത്തുള്ള രേഖാംശങ്ങളാണെങ്കിൽ പടിഞ്ഞാറൻ രേഖാംശം എന്ന് പറയാം. വെസ്റ്റേൺ ഹെമിസ്ഫിയറിൽ പടിഞ്ഞാറൻ രേഖാംശം, ഈസ്റ്റേൺ ഹെമിസ്ഫിയറിൽ കിഴക്കൻ രേഖാംശം. അങ്ങനെ മനസ്സിലാക്കി വെച്ചോളാം. ആ രീതിയിലാണ് രേഖാംശ രേഖകളെ തരംതിരിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഭൂമിയിലെ 2 അർദ്ധഗോളങ്ങൾ മനസ്സിലാക്കി വെച്ചോളാം. ക്ലിയർ അല്ലേ? നമ്മള് നേരത്തെ കണ്ട ആ ചിത്രത്തില് നിങ്ങൾക്ക് പടിഞ്ഞാറേ അർദ്ധഗോളം കിഴക്കേ അർദ്ധഗോളം എല്ലാം കാണാൻ പറ്റിയല്ലോ. അവിടെ ഏതൊക്കെ രാജ്യങ്ങൾ ഏതൊക്കെ അർദ്ധഗോളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ പാഠപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം സ്ഥിതി ചെയ്യുന്നത് അത് കിഴക്കൻ അർദ്ധഗോളത്തിലാണ്. ഇന്ത്യ പൂർണ്ണമായിട്ട് ഏത് അർദ്ധഗോളത്തിലാണ്? കിഴക്കൻ അർദ്ധഗോളത്തിൽ. അമേരിക്കൻ ഐക്യനാടുകളാണെങ്കിൽ
വേൾഡ് മാപ്പ് ഒന്ന് നോക്കിക്കൊള്ളണം. വേൾഡ് മാപ്പിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അമേരിക്കൻ ഐക്യനാടുകൾ പടിഞ്ഞാറ് ഭാഗത്ത്, ബ്രസീൽ ആണെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്ത്, ഇന്തോനേഷ്യ ആണെങ്കിൽ കിഴക്ക് ഭാഗത്ത്. ഇങ്ങനെയൊക്കെയാണ് ആ രീതിയിലുള്ള ആ രാജ്യങ്ങളൊക്കെ ഓരോ അർദ്ധഗോളത്തിലായി സ്ഥിതി ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത്. ഇന്ത്യ കിഴക്ക്, അമേരിക്കൻ ഐക്യനാടുകൾ പടിഞ്ഞാറ്, ബ്രസീൽ പടിഞ്ഞാറ്, ഇന്തോനേഷ്യ കിഴക്ക്. ഇങ്ങനെയാണ് ആ അർദ്ധഗോളത്തിലുള്ള ആ രാജ്യങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. അങ്ങനെ ഒരു ചോദ്യം പാഠപുസ്തകത്തിൽ ഉന്നയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു പോയിരിക്കുന്നത് കേട്ടോ. അടുത്ത കാര്യം നോക്കി, അക്ഷാംശ രേഖാംശ രേഖകളെല്ലാം പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇതെല്ലാം കൂട്ടി വരച്ചിരിക്കുന്ന ഒരു മാപ്പാണ് അല്ലെങ്കിൽ ഒരു ഗ്ലോബാണ് നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണുന്നത്. അപ്പം എന്തിനു വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ അക്ഷാംശ രേഖാംശ രേഖകൾ എല്ലാം ഇങ്ങനെ വരച്ചേക്കുന്നത്? നമ്മൾ അതിൻ്റെ ഉപയോഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ഥാനനിർണയമാണ്. കൃത്യമായ സ്ഥാനനിർണയത്തിന് വേണ്ടിയിട്ടാണ് ഏത് ഉപയോഗിക്കുന്നത്? അക്ഷാംശ രേഖാംശ രേഖകൾ ഉപയോഗിക്കുന്നത്. കിട്ടിയോ? നെക്സ്റ്റ് അടുത്ത കാര്യം, അക്ഷാംശ രേഖാംശ രേഖകളെ ചിത്രീകരിക്കുന്ന ഒരു ചിത്രം നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിൻ്റെ അത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അതൊരു ജാലികയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം ഇതിനെ വിളിക്കുന്ന പേരാണ് ഗ്രാറ്റിക്യൂൾ. എന്താ വിളിക്കുന്നത്? ഗ്രാറ്റിക്യൂൾ. അതായത് അക്ഷാംശ രേഖാംശ രേഖകളുടെ ജാലികയെ വിളിക്കുന്ന പേരാണെന്ത്? ഗ്രാറ്റിക്യൂൾ. കിട്ടിയോ? അപ്പം നമുക്ക് ഭൂപടങ്ങളിലും അറ്റ്ലസുകളിലും അക്ഷാംശ രേഖാംശ രേഖകളുടെ ജാലിക കാണാൻ കഴിയും. ഇനി അങ്ങോട്ടേക്ക് ഈ കാര്യങ്ങളിൽ നിന്ന് കാണാൻ പറ്റുന്ന വസ്തുതകളാണ്. അടുത്ത കാര്യം നോക്കി, ഇന്ത്യയുടെ ഒരു മാപ്പ് കാണുന്നുണ്ടല്ലോ നിങ്ങൾക്ക് ഇവിടെ. അവിടെ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? ഇന്ത്യയുടെ വടക്കൻ അതിർത്തിയായിട്ട് നമ്മളൊരു രേഖ ഇവിടെ കാണിച്ചിട്ടുണ്ട്, കണ്ടില്ലേ? തെക്കൻ അതിർത്തിയായിട്ടും ഒരു രേഖ ഇവിടെ കാണാം നിങ്ങൾക്ക്. അതേപോലെ തന്നെ പടിഞ്ഞാറൻ അതിർത്തിയായിട്ട് ഒരു രേഖ ഇവിടെ കാണാം. അതേപോലെ തന്നെ കിഴക്കൻ അതിർത്തിയായിട്ട് ഈ ഭാഗത്തും ഒരു രേഖ കാണാം. ഇങ്ങനെയൊക്കെയാണ് അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രേഖകൾ. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ട് അവിടെ കൊടുത്തേക്കുന്നത്? ഇന്ത്യയുടെ അക്ഷാംശ രേഖാംശ സ്ഥാനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, ആണല്ലോ. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം എന്താണ്, രേഖാംശ സ്ഥാനം എന്താണെന്ന് ഇപ്പം നമ്മൾ ബൈഹാർട്ട് ചെയ്തു പോകുന്നു. കൃത്യമായിട്ട് പഠിച്ചോളണേ. അപ്പം ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത് ഇന്ത്യയുടെ തെക്കൻ അക്ഷാംശം. ഇതാ കണ്ടില്ലേ, 8 ഡിഗ്രി വടക്കാണെന്ന് പറയുന്നു. 8 ഡിഗ്രി വടക്കാണെന്ന് പറയുന്നു. കറക്റ്റ് നമ്പർ 8 ഡിഗ്രി 4 മിനിറ്റ് ആണ്. 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക്. ഇതേപോലെ തന്നെ നോക്കിയേ, വടക്കൻ അക്ഷാംശം 38 ഡിഗ്രിയാന്ന് പറയുന്നു. അതായത് ഇന്ത്യയുടെ വടക്കൻ അക്ഷാംശം 37 ഡിഗ്രി 6 മിനിറ്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്ഥാനം. അപ്പൊ പറഞ്ഞ കാര്യം എന്താ? ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം 8 ഡിഗ്രി 4 മിനിറ്റ് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വരെ. ആ നമ്പർ ഒന്ന് മനസ്സിലാക്കി വെച്ചോളണേ. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം 8 മുതൽ 38 വരെ എന്നാ പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ നോക്കിയേ, രേഖാംശ സ്ഥാനം മനസ്സിലാക്കി വെക്കേണ്ടത് ഇവിടെ പറഞ്ഞേക്കുന്നത് 68 മുതൽ 98 വരെ. 68 ഡിഗ്രി കിഴക്ക് മുതൽ 98 ഡിഗ്രി കിഴക്ക് വരെ എന്നാ പറഞ്ഞേക്കുന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു? കുറച്ചുകൂടി കറക്റ്റ് ആയിട്ടുള്ള നമ്പറിലേക്ക് നമ്മൾ പോകുന്നു. അതായത് 68 ഡിഗ്രി 7 മിനിറ്റ് കിഴക്കിനും അതേപോലെ തന്നെ 97 ഡിഗ്രി 25 മിനിറ്റ് കിഴക്കിനും ഇടയിൽ. ഇങ്ങനെയാണ് രേഖാംശ സ്ഥാനം. ഒന്നും കൂടെ, അക്ഷാംശ സ്ഥാനം 8 ഡിഗ്രി 4 മിനിറ്റ് വടക്കിനും 37 ഡിഗ്രി 6 മിനിറ്റ് വടക്കിനും ഇടയിൽ. രേഖാംശ സ്ഥാനം 68 ഡിഗ്രി 7 മിനിറ്റ് കിഴക്കിനും 97 ഡിഗ്രി 25 മിനിറ്റ് കിഴക്കിനും ഇടയിലാണ്. കിട്ടിയോ? അടുത്തായിട്ട് ഭൂപ്രക്ഷേപങ്ങളെ കുറിച്ചാണ് പാഠപുസ്തകത്തിൽ പരാമർശിക്കുന്നത്. അതായത് മാപ്പ് പ്രൊജക്ഷൻ. അതിനെക്കുറിച്ച് പരിചയപ്പെട്ടാലോ? ആദ്യം എന്താണ് ഭൂപ്രക്ഷേപങ്ങൾ എന്ന് പറഞ്ഞാൽ? നമ്മൾ എന്ത് ചെയ്യുന്നു? അക്ഷാംശ രേഖാംശ രേഖകളുടെ അല്ലെങ്കിൽ ജാലികയുടെ അടിസ്ഥാനത്തിൽ ഒരു പരന്ന പ്രതലത്തിലേക്ക് ശാസ്ത്രീയമായിട്ട് എന്ത് ചെയ്യുന്നു? ഒരു ഗ്ലോബിനെ മാറ്റുന്ന രീതിയെ നമ്മൾ പറയുന്ന പേരാണ് ഭൂപ്രക്ഷേപം. ഒരു ഗ്ലോബിനെ ഒരു പേപ്പറിലേക്ക് മാറ്റുന്നതിന് നമുക്കെന്ത് പറയാം? ഭൂപ്രക്ഷേപം. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? അത് നമ്മുടെ ജാലിക അല്ലെങ്കിൽ ഗ്രാറ്റിക്യൂളിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പം അതെങ്ങനെ മാറ്റുക? നമ്മുടെ ഗ്ലോബിനുള്ളിൽ എന്ത് ചെയ്യുന്നു? ഒരു പ്രകാശ സ്രോതസ് കൊടുത്തിട്ടാണ് അതെന്ത് ചെയ്യുന്നു? അക്ഷാംശ രേഖാംശ രേഖകൾ ഭൂ സവിശേഷതകൾ എന്ത് ചെയ്യുന്നു? പരന്ന പ്രതലത്തിലേക്ക് മാറ്റുന്നത്. അപ്പോൾ ഈ രീതിയിലാണ്
ഭൂപ്രക്ഷേപത്തിന്റെ പരമ്പരാഗത രീതി. എന്നാൽ പുതുതായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? GIS-ഉം GPS സംവിധാനങ്ങളൊക്കെ ഉണ്ട് അല്ലെ. ആ കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങോട്ടേക്ക് പരിചയപ്പെടാം. ഇപ്പം ഈ പരമ്പരാഗത രീതി ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഗ്ലോബിലേക്ക് ഒരു വെളിച്ചം കൊടുത്തിട്ട്, ഗ്ലോബിന്റെ ഉള്ളിൽ നിന്ന് ഒരു വെളിച്ചം കൊടുത്തിട്ട്, ആ വെളിച്ചത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു? അതൊരു പേപ്പറിലേക്ക് മാറ്റുന്നതാണ് ഏത്? ഭൂപ്രക്ഷേപണ പരമ്പരാഗത രീതി. മനസ്സിലായില്ലേ? നോക്കിയേ, ആ ഭൂപ്രക്ഷേപണ രീതികൾ ഏതൊക്കെയാന്ന് നോക്കാം. 3 രീതികളാണ് പാഠപുസ്തകത്തിൽ പറയുന്നത്. ഒന്നാമത്തെ സിലിണ്ടറിക്കൽ പ്രക്ഷേപം. അതിനകത്ത് പറയുന്ന കാര്യം ഇതാണ്: സുതാര്യമായ ഒരു ഗ്ലോബിൽ ഒരു പ്രകാശ സ്രോതസ് കൊടുക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രകാശം വേണം. നെക്സ്റ്റ് അടുത്തായിട്ട് എന്ത് ചെയ്യുന്നു? ഒരു പേപ്പർ ആ ഗ്ലോബിന് ചുറ്റും വെക്കുകയാണ് അല്ല, ഒരു സിലിണ്ടർ ആകൃതിയിൽ എന്ത് ചെയ്യാണ്? വലയം ചെയ്യാണ് ഗ്ലോബിന് ചുറ്റും. അപ്പൊ ആ രീതിയിൽ എന്ത് ചെയ്യുന്നു? ആ ജാലിക പേപ്പറിലേക്ക് പകർത്തുക ചെയ്യുന്നത്. ഇതിനാണ് എന്ത് വിളിക്കുന്നത്? സിലിണ്ടറിക്കൽ പ്രക്ഷേപം എന്ന് വിളിക്കുന്നത്. സിലിണ്ടർ ആകൃതിയിൽ ചുറ്റുന്നതുകൊണ്ടാണ് എന്ത് പറയുന്നത്? സിലിണ്ടറിക്കൽ പ്രക്ഷേപം എന്ന് പറയുന്നത്. അപ്പം ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ നമുക്ക് സിലിണ്ടറിക്കൽ പ്രക്ഷേപം ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കി വെച്ചോളണം. ഭൂമധ്യരേഖാ പ്രദേശങ്ങളുടെ കൃത്യതയാർന്ന ഭൂപട ചിത്രീകരണത്തിനാണ് ഏത് ഉപയോഗിക്കുന്നത്? ആ രീതിയിൽ സിലിണ്ടറിക്കൽ പ്രക്ഷേപം ഉപയോഗിക്കുന്നത്. എവിടെയുള്ളതാ? ഭൂമധ്യരേഖാ പ്രദേശത്ത്. അവിടെയുള്ള കൃത്യതയാർന്ന വിവരം കിട്ടണം നമുക്ക്. അങ്ങനെയാണെങ്കിലാണ് ഏത് ഉപയോഗിക്കുക? സിലിണ്ടറിക്കൽ പ്രക്ഷേപം. ഓരോന്നും ഓരോ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ഇവിടെയുള്ള ആവശ്യം ഭൂമധ്യരേഖാ പ്രദേശങ്ങളുടെ കൃത്യതയാർന്ന ഭൂപട ചിത്രീകരണത്തിന് വേണ്ടിയിട്ട്. ക്ലിയർ ആണല്ലോ? അടുത്ത കാര്യം നോക്കി, ശീർഷതല പ്രക്ഷേപം. അതായത് സെനിത്തൽ പ്രൊജക്ഷൻ എന്ന രീതിയിൽ ഇംഗ്ലീഷിലേക്ക് പറയാം നമുക്ക്. ആ രീതിയിലുള്ള കാര്യം ഇങ്ങനെയാണ്: ഒരു ശീർഷത്തിൽ എന്ത് ചെയ്യുന്നു? ഒരു പേപ്പർ വെച്ചുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഗ്ലോബിനുള്ളിലേക്ക് വെളിച്ചം കൊടുക്കുന്നു. ആ ശീർഷത്തിന്റെ മുകളിൽ വെച്ചിരിക്കുന്ന പേപ്പറിലേക്ക് എന്ത് ചെയ്യുന്നു? ആ രീതിയിൽ ജാലിക നമ്മൾ വരയ്ക്കാൻ നോക്കുന്നു. അതിനാണ് എന്ത് പറയുന്നത്? ശീർഷതല പ്രക്ഷേപം എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ അടുത്തായിട്ട് ഈ ശീർഷതല പ്രക്ഷേപം എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പ്രത്യേക ഭാഗത്ത് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിലാണ് നമ്മൾ ഏത് ഉപയോഗിക്കുക? ശീർഷതല പ്രക്ഷേപം ഉപയോഗിക്കുക എന്ന് കിട്ടിക്കൊള്ളണം. നോക്കിയേ, ഇതാ ശീർഷതല പ്രക്ഷേപത്തിന്റെ ഒരു പിക്ചർ അവിടെ കൊടുത്തേക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് കാണാമല്ലോ, ഭൂമിയുടെ ഒരു ഭാഗത്തെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആ പ്രക്ഷേപം നടത്തുന്നത്. കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ആ ഭാഗത്തിനെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്ക് വരയ്ക്കാൻ പറ്റും. അങ്ങനെയാണ് ശീർഷതല പ്രക്ഷേപം ഉള്ളത്. ഒരു ഗ്ലോബിന്റെ മുകളിൽ ഒരു പേപ്പർ വെക്കുന്നു. ആ രീതി നേരെയാണ് പേപ്പർ വെച്ചേക്കുന്നത്, അതിൻ്റെ അകത്തേക്ക് പതിപ്പിക്കുക ചെയ്യുന്നത്. ക്ലിയർ? എന്നുവെച്ചാൽ അടുത്ത പ്രക്ഷേപം കോണിക്കൽ പ്രക്ഷേപം. ചെയ്യുന്ന കാര്യം കണ്ടില്ലേ നിങ്ങൾ? പേപ്പർ എന്ത് ചെയ്യാണ്? ഒരു കോണാകൃതിയിൽ മാറ്റുകയാണ് അല്ലെ. കോണാകൃതിയിലേക്ക് ആ ഗ്ലോബിന്റെ മുകളിലേക്ക് വെക്കുകയാണ്. അപ്പൊ ആ രീതിയിൽ ഇങ്ങനെ പ്രക്ഷേപണം നടത്തുന്ന ആ മെത്തേഡാണ് കോണിക്കൽ പ്രക്ഷേപം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അതെവിടെയുള്ള ഫാക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പ്രക്ഷേപമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് മധ്യരേഖാ മേഖലയിലെ അല്ലെങ്കിൽ മധ്യ അക്ഷാംശീയ മേഖലയിലെ പ്രദേശങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. അതായത് നമ്മളെ 0 ഡിഗ്രിക്കും അതേപോലെ തന്നെ 90 ഡിഗ്രിക്കും ഇടയിലുള്ള പ്രദേശത്ത് മധ്യമായിട്ട് 23നും 66നും ഇടയിലുള്ള മേഖല, അതാണ് മധ്യ അക്ഷാംശീയ മേഖല കേട്ടോ. ഭൂമധ്യരേഖാ പ്രദേശം അല്ല കേട്ടോ. ഭൂമധ്യരേഖാ പ്രദേശം അല്ല, മധ്യ അക്ഷാംശ രേഖ എന്ന് പറയുന്നത് നമ്മൾ 23നും 66നും ഇടയിൽ, അല്ലെങ്കിൽ 0നും 90നും നടുവിലുള്ള മേഖല. ആ ഭാഗത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിരിക്കും ഏത്? കോണിക്കൽ പ്രക്ഷേപം, കോണിക്കൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. കിട്ടിയല്ലോ? അതായത് ചെയ്യുന്ന കാര്യം ഞാൻ ഓൾറെഡി വിവരിച്ചു കഴിഞ്ഞു. കോണാകൃതിയുള്ള പ്രതലത്തിൽ അക്ഷാംശ രേഖാംശ രേഖകളുടെ ജാലികയെ പകർത്തി തയ്യാറാക്കുന്ന രീതിയാണിത്. അതേപോലെ തന്നെ മധ്യ അക്ഷാംശ രേഖാ പ്രദേശങ്ങളുടെ ഭൂപട നിർമ്മാണത്തിന് വേണ്ടിയിട്ടാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. കിട്ടി? സിമ്പിൾ ആണല്ലേ? അടുത്തായിട്ട് പരമ്പരാഗത രീതി നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഭൂപ്രക്ഷേപത്തിന്റെ പരമ്പരാഗത രീതി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് എന്താണ് GIS എന്ന്. ജസ്റ്റ് ബേസ് കാര്യം മാത്രം ഇവിടെ പറയുന്നു. ഒന്നാമത്തെ കാര്യം GISന്റെ ഫുൾ ഫോം, അല്ലെങ്കിൽ അതിന്റെ മലയാളം ടേം ഇതാണ്: ഭൂവിവര വ്യവസ്ഥ. അതായത് ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം എന്നാണ് ഫുൾ ഫോം. കിട്ടിയോ? GISന്റെ ഫുൾ ഫോം എന്താ? ജിയോഗ്രഫിക്
ഇൻഫർമേഷൻ സിസ്റ്റം. അപ്പോൾ അവിടെ കിട്ടേണ്ട കാര്യം ഭൂമിശാസ്ത്രപരമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കുകയും അത് വിശകലനം ചെയ്യുകയും സൂക്ഷിച്ചു വെക്കുകയും അവശ്യ സന്ദർഭങ്ങളിൽ അതെന്താക്കുന്നു ഭൂപടങ്ങൾ, ഗ്രാഫുകൾ, പട്ടികകൾ എന്ന രീതിയിലാക്കി ദൃശ്യവൽക്കരിക്കപ്പെടുന്ന രീതിയിലേക്ക് ഒരു കമ്പ്യൂട്ടർ അധിഷ്ഠിത സാങ്കേതിക വിദ്യയാണ് നമ്മൾ എന്ത് പറയുന്നത്, GIS അല്ലെങ്കിൽ ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അത് കമ്പ്യൂട്ടറിൻ്റെ സഹായത്തിലാണ്, അത് ഡിജിറ്റൽ രൂപത്തിലാണ് ആക്കുന്നത്. ഈ രീതിയിലാണ് നടത്തുന്നത്, GIS സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നത്. മെയിനായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നത് ഭൂപട നിർമ്മാണം, വിഭവ പരിപാലനം, പ്രകൃതി ദുരന്ത നിവാരണം, ടൂറിസം, ഗതാഗതം, വാർത്താവിനിമയം, ഈ മേഖലകളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, GIS കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റും. ക്ലിയർ? അടുത്ത കാര്യം, പാഠപുസ്തകത്തിൽ തുടർ പ്രവർത്തനങ്ങൾ എന്നൊരു ഭാഗം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മറ്റെല്ലാ ഭാഗത്തിലും മറ്റെല്ലാ ചാപ്റ്റേഴ്സിലും ഞാൻ തുടർ പ്രവർത്തനത്തിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. പക്ഷെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ രീതിയിൽ ജോഗ്രഫി ഭാഗത്ത് കൊടുത്തിട്ടുള്ള തുടർ പ്രവർത്തനം ഞാൻ കുറച്ചൊന്ന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചില ചോദ്യങ്ങൾ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്തോളണം. അങ്ങനെയുള്ള ചോദ്യങ്ങൾ PSC മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ടത്, ജപ്പാൻ എന്ന് പറയുന്ന രാജ്യം ഏത് അർദ്ധഗോളത്തിലാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയാൽ മതി. അവിടെ എന്ത് മനസ്സിലാക്കണ്ട, അക്ഷാംശ രേഖാംശ സ്ഥാനം വേണ്ട. ജപ്പാൻ സ്ഥിതി ചെയ്യുന്നത് ഉത്തരാർദ്ധഗോളത്തിലാണ്, പൂർവാർദ്ധഗോളത്തിലാണ്, അങ്ങനെ ഒരു പോയിന്റ് കിട്ടിയാൽ മതി. അതേപോലെ തന്നെ ശ്രീലങ്കയാണെങ്കിൽ ഉത്തരാർദ്ധഗോളത്തിലാണ്, പൂർവാർദ്ധഗോളത്തിലാണ്. അതേപോലെ തന്നെ ഓസ്ട്രേലിയ ആണെങ്കിൽ അത് പൂർവാർദ്ധഗോളത്തിലാണ്, പക്ഷേ ദക്ഷിണാർദ്ധഗോളത്തിലാണ്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് എല്ലാം പൂർവാർദ്ധഗോളത്തിലാണ്. അതായത് ജപ്പാൻ ആയാലും ശ്രീലങ്ക ആയാലും ഓസ്ട്രേലിയ ആയാലും പൂർവാർദ്ധഗോളത്തിലാണ്. അതേപോലെ തന്നെ ജപ്പാനും ശ്രീലങ്കയും അത് ഉത്തരാർദ്ധഗോളത്തിലും, ഓസ്ട്രേലിയ ദക്ഷിണാർദ്ധഗോളത്തിലും. ഇതാണ് ഈ ഭാഗത്ത് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. സ്ഥാനം മനസ്സിലാക്കേണ്ട ആ 3 രാജ്യങ്ങൾ കിട്ടിക്കോളണേ. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചോളാം. അടുത്ത കാര്യം, തന്നിരിക്കുന്ന രാജ്യങ്ങൾ അത് ഏത് അർദ്ധഗോളത്തിൽ പെടുന്നവയാണെന്ന് പട്ടികപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം നോക്കിയാൽ നിങ്ങൾ ബ്രസീലാണ് ചോദിച്ചിരിക്കുന്നത്. ബ്രസീൽ എന്ന് പറയുന്ന രാജ്യം ഏത് അർദ്ധഗോളത്തിൽ മാത്രമാണ് എന്ന രീതിയിലാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരാർദ്ധഗോളത്തിൽ മാത്രം ഉൾപ്പെടുന്നവ ആണോ, അല്ലെങ്കിൽ ദക്ഷിണാർദ്ധഗോളത്തിൽ മാത്രം ഉൾപ്പെടുന്നതാണോ, അതേപോലെ 2 അർദ്ധഗോളത്തിൽ വ്യാപിച്ച് കിടക്കുന്നുണ്ടോ എന്നതൊക്കെയാണ് ചോദ്യമുള്ളത്. അപ്പോൾ ഇവിടെ കിട്ടേണ്ടത്, ബ്രസീൽ എന്ന് പറയുന്ന ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ എന്ത് കിട്ടിക്കൊള്ളണം, അത് 2 അർദ്ധഗോളത്തിലും വ്യാപിച്ച് കിടക്കുന്നതാണ്. ബ്രസീൽ ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഒരു രാജ്യമായതുകൊണ്ട് തന്നെ 2 അർദ്ധഗോളത്തിലും ഉണ്ടാവും. അതേപോലെ തന്നെ ഇന്തോനേഷ്യയും ഭൂമധ്യരേഖ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അതും എന്ത് തന്നെയാണ്, 2 അർദ്ധഗോളത്തിലും വ്യാപിച്ച് കിടക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് സൗദി അറേബ്യ ചോദിക്കുന്നത്. സൗദി അറേബ്യ ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തല്ലേ. അപ്പോൾ പടിഞ്ഞാറ് ഭാഗത്തെന്ന് പറയുമ്പോൾ അത് ഏത് അർദ്ധഗോളത്തിലായിരിക്കും? അത് ഉത്തരാർദ്ധഗോളത്തിലായിരിക്കും. അപ്പോൾ സൗദി അറേബ്യ ഏത് അർദ്ധഗോളത്തിലാണ്? ഉത്തരാർദ്ധഗോളത്തിൽ മാത്രമേ ഉള്ളൂ. ഉത്തരാർദ്ധഗോളത്തിൽ മാത്രമാണ് സൗദി അറേബ്യ ഉള്ളത്. നോർവേ എന്ന് പറയുന്ന യൂറോപ്യൻ രാജ്യമാണ്. അപ്പോൾ ഏത് അർദ്ധഗോളത്തിലായിരിക്കും? യെസ്, സ്വാഭാവികമായിട്ടും അത് നോർത്തേൺ ഹെമിസ്ഫിയറിലായിരിക്കും, ഉത്തരാർദ്ധഗോളത്തിലായിരിക്കും നോർവേ. ദക്ഷിണാഫ്രിക്ക പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ എവിടെയായിരിക്കും? സൗത്ത് ആഫ്രിക്ക എന്ന് പറയുമ്പോൾ സൗത്ത് ഭാഗത്തായിരിക്കും. അത് ദക്ഷിണാർദ്ധഗോളത്തിൽ മാത്രമാണ് അതിൻ്റെ സ്ഥാനം കേട്ടോ. ആഫ്രിക്കയുടെ ഏറ്റവും തെക്ക് ഭാഗത്തുള്ള രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക. അതുകൊണ്ടാണ് സൗത്ത് ആഫ്രിക്ക എന്നുള്ള പേര് തന്നെ വരാൻ കാരണം. അപ്പോൾ തെക്കൻ അർദ്ധഗോളത്തിലാണ് അല്ലെങ്കിൽ ദക്ഷിണാർദ്ധഗോളത്തിലാണ്. അർജന്റീന എന്ന് പറയുന്നത് തെക്കൻ അർദ്ധഗോളത്തിൽ മാത്രമാണ് വരുന്നത് കേട്ടോ. അർജന്റീന തെക്കൻ അർദ്ധഗോളത്തിൽ മാത്രം. അർജന്റീന. നെക്സ്റ്റ് കാനഡ വടക്കേ അമേരിക്കയിലെ രാജ്യമാണ്. അപ്പോൾ ഏത് അർദ്ധഗോളത്തിലായിരിക്കും? ഉത്തരാർദ്ധഗോളത്തിലാണ്. വടക്കേ അമേരിക്ക എന്ന് പറയുന്ന പൂർണ്ണമായിട്ട് ഉത്തരാർദ്ധഗോളത്തിലാണ്. മാപ്പ് നോക്കിയിട്ട് ആ കാര്യം ഒന്ന് മനസ്സിലാക്കിക്കൊള്ളണം. അങ്കോള നിങ്ങൾ എന്ത് ചെയ്യുക, മാപ്പ് നോക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് മാപ്പ് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ചോദ്യം തരാം. അങ്കോള എന്ന് പറയുന്ന രാജ്യത്തെ ഒന്ന് കണ്ടുപിടിക്കാം. അത് ഏത് അർദ്ധഗോളത്തിലാണെന്നുള്ളത് നിങ്ങളൊന്ന് കണ്ടെത്തി നോക്കിയേ. അങ്കോള എന്നുള്ള രാജ്യം
ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യാം, ഇത്രയും രാജ്യങ്ങളൊക്കെ എവിടെയൊക്കെ സ്ഥിതി ചെയ്യുന്നു എന്ന രീതിയിൽ ഒരു ധാരണ വരുത്തിക്കൊള്ളാം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾക്ക് ഒരു കൺസെപ്റ്റ് കിട്ടും. ചെയ്യേണ്ട കാര്യങ്ങൾ ഈ രാജ്യങ്ങളെ നിങ്ങൾ നോക്കുക, അതേപോലെ തന്നെ അങ്കോള എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് കണ്ടെത്തി വെച്ചോളണം. ക്ലിയർ ആണല്ലോ? അടുത്തായിട്ട് പാഠപുസ്തകത്തിൽ തന്നിരിക്കുന്ന മറ്റൊരു ഫാക്ട് എന്ന് പറയുന്നത് ഒരു പട്ടിക പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ്. ആ രീതിയിൽ നോക്കിയേ, ഏറ്റവും വലിയ അക്ഷാംശ വൃത്തം ഏതാത്? അതാണ് ഭൂമധ്യരേഖ അല്ലെ? ഭൂമധ്യരേഖയുടെ വടക്ക് ഭാഗത്തിൽ അർദ്ധഗോളം. യെസ്, അതിനെന്ത് പറയാം? നോർത്തേൺ ഹെമിസ്ഫിയർ അല്ലെങ്കിൽ ഉത്തരാർദ്ധഗോളം എന്ന് പറയാം അല്ലെ? വടക്ക് ഭാഗത്തിൽ അർദ്ധഗോളം എന്താ? അത് ഉത്തരാർദ്ധഗോളം. തെക്ക് ഭാഗത്തിൽ അർദ്ധഗോളത്തിന് എന്ത് വിളിക്കേണ്ടത്? ദക്ഷിണാർദ്ധഗോളം എന്ന് വിളിക്കേണ്ട അല്ലെ? ദക്ഷിണാർദ്ധഗോളം എന്താ? തെക്ക് ഭാഗത്തുള്ളത്. നേരത്തെ പറഞ്ഞ വടക്ക് ഭാഗത്തിൽ അർദ്ധഗോളം ഉത്തരാർദ്ധഗോളം, തെക്ക് ഭാഗത്തിൽ അർദ്ധഗോളം ദക്ഷിണാർദ്ധഗോളം. അതാണ് ഈ ഭാഗത്ത് ചോദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. അടുത്തായിട്ട് ഭൂകേന്ദ്രത്തെ ആധാരമാക്കി ഉത്തര ദക്ഷിണ ധ്രുവങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകൾ. ഭൂകേന്ദ്രത്തെ ആധാരമാക്കിയിട്ട് ഉത്തര ദക്ഷിണ ധ്രുവങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളെ വിളിക്കുന്ന പേരെന്താ? അപ്പൊ അവിടെ മനസ്സിലാക്കി വെക്കുന്നത് അതാണ് രേഖാംശ രേഖകൾ. 0 ഡിഗ്രി രേഖാംശ രേഖ വിളിക്കുന്ന പേരെന്താ? യെസ്, അതാണ് പ്രൈം മെറിഡിയൻ. പഠിച്ചല്ലോ. അതേപോലെ തന്നെ മറ്റൊരു പേരുണ്ടല്ലോ, ഗ്രീനിച്ച് രേഖ. ഇനി അടുത്ത് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എത്ര ഡിഗ്രിയാ? അത് 180 ഡിഗ്രി ആണല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. കൃത്യമായിട്ട് 4ാമത്തെ ചാപ്റ്റർ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് പരിശോധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ഓരോന്നായിട്ട് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചുള്ള. അതേപോലെ തന്നെ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ അടുത്ത ചാപ്റ്റേഴ്സുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ.